ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ആ നന്ദി നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ അവരുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു, അവർ നമുക്ക് ഭക്ഷണം തരുന്നു, അവർ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങി തരുന്നു, നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അവർ ചെയ്തു തരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുകയും വേണം. ആ നന്ദി നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും വേണം. നമ്മളെപ്പോഴും അവരോട് താങ്ക്സ് പറയണം, അവർ ചെയ്തു തരുന്ന ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും വലിയ കാര്യങ്ങൾക്കാണെങ്കിലും. കാരണം അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറബിക് പീപ്പിൾസ് അങ്ങനെയാണ്. ഇപ്പം നമ്മളിവിടെ സാലറി വാങ്ങി നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ചെയ്യുന്ന ജോലിക്ക് എപ്പോഴും നന്ദി പറയുന്ന ആളുകളാണ് അവർ. അപ്പം അവരുടെ ഉമ്മാനെ അല്ലെങ്കിൽ അവരുടെ ബാപ്പാനെ നമ്മൾ കെയർ ചെയ്യുന്നു. അവരെപ്പോഴും നമ്മളോട് അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതല്ലാതെ സാലറി വാങ്ങി ചെയ്യുന്ന ജോലിയല്ലേ, എന്തിന് നന്ദി പറയണം എന്നൊന്നും അവർ ചിന്തിക്കാറില്ല. അപ്പം അതുപോലെ തന്നെ നമ്മളും എപ്പോഴും നന്ദി പറയുക എല്ലാ കാര്യങ്ങൾക്കും. അതിൻ്റെ രണ്ട് ഗുണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ താങ്ക്സ് പറയും തോറും നമുക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാനുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകും അവരുമായിട്ടുള്ളത്. അപ്പോൾ അവർ തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്സ് പറയാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യണം കേട്ടോ.